മൊഡ്യൂൾ വണ്ണിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 1 തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ബാക്കി 7 തൊട്ട് 12 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാൾസ് ലോ, ബോയിൽസ് ലോ, ജൂൾസ് ലോ, അതുപോലെ തന്നെ അവഗാർഡോസ് ലോ. ഈ പറയുന്ന ലോസ്, ഒരു ലോയുടെ പേര് അവിടെ മിസ്സിംഗ് ആണ്. അതായത് ഈ പറയുന്ന എല്ലാ ലോസും എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഗ്യാസ് ലോസ് ആദ്യത്തെ രണ്ടുപേരെ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ബോയിൽസ് ലോയും ചാൾസ് ലോയും അങ്ങനെ ഗ്രൂപ്പൊക്കെ പഠിച്ചാൽ കേട്ടോ. ബോയിൽസ് ലോയും ചാൾസ് ലോയും ആദ്യം പഠിക്കുക. അവർ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക PVT ഇവർ മൂന്നേരം വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഗ്യാസ് ലോ പഠിച്ചിട്ട് ഇതിന്റെ അവസാനം ഈ ലോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുക. നമ്മൾ പണ്ടൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ കെമിസ്ട്രി പഠിച്ചാണ് PVC = MRT എന്ന് പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാർ പിയും ബിയും ടി ആ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അപ്പൊ ഇവര് മൂന്നേരം തമ്മിലുള്ള ബന്ധം കിട്ടുന്നത് ഈ ബോയിൽസ് ലോയും ചാൾസ് ലോയും വെച്ചിട്ടാണ്. അപ്പൊ ബോയിൽസ് ലോയും ചാൾസ് ലോയും പറയുന്നത് ഇവരെ പറ്റി തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ആൾ പറയുന്ന വേറെ ഒന്നുമല്ല, ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ചായി P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V. പിയും ബിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് എന്താ, ഒരാൾ കൂടിക്കഴിഞ്ഞാൽ മറ്റേ ആൾ കുറയും. അതായത് ഇവിടെ പറയുന്നത് വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷറിന്റെ വാല്യൂ കുറയും. ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ പറ്റി പറയുമ്പോൾ മൂന്നാമത്തെ ആൾ കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രഷറിനെ പറ്റിയും വോളിയത്തിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും വോളിയം എന്ന് പറഞ്ഞത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അതാണ് ബോയിൽസ് ലോ. ഇനി ചാൾസ് ലോയിലോട്ട് വരുമ്പോൾ അത് ഇവർ രണ്ടുപേരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. വോളിയത്തിനെ പറ്റിയും ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ മൂന്നാമത്തെ ആളായ പ്രഷർ അവിടെ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മേലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു, താഴെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇനി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഉയർന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആരും ഉയരണം, അതുപോലെ തന്നെ വോളിയം ഉയരണം. ഇങ്ങനെ ബോയിൽസ് ലോയും ചാൾസ് ലോയും PVT ഈ സാധനം വെച്ചിട്ട് രണ്ടുപേരും നമുക്ക് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം. അടുത്ത ലോ എന്ന് പറഞ്ഞത് ജൂൾസ് ലോ ആണ്. ജൂൾസ് ലോ പറഞ്ഞ വേറെ രണ്ടാൾക്കാരെ പറ്റിയിട്ടാണ്, യുവും ടിയും. യു എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിയാണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാ ഈ സാധനം, ഇന്റേണൽ എനർജിനെ പറ്റി പറഞ്ഞപ്പോൾ. ഇന്റേണൽ എനർജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കേട്ടോ, കുറെ ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിൻ്റെ അകത്ത് ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഇന്റേണൽ എനർജി കിട്ടുന്നത് എങ്ങനെയാ? ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോഴാണ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. അപ്പൊ ആദ്യം സാധാ ചെറിയ ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് പതിയെ മൂവ് ചെയ്യുള്ളൂ, ഇങ്ങനെ പതിയെ ആയിരിക്കും മൂവ് ചെയ്യുള്ളൂ. പക്ഷെ അടിയിൽ നമ്മൾ തീയെ കൊടുത്തു കഴിഞ്ഞാണല്ലോ, അടിയിൽ നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസ് ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ ഇവരുടെ ഇന്റേണൽ എനർജി കൂടും. അതായത് അവിടെ നിന്ന് മനസ്സിലാക്കണ ഒരു കാര്യമുള്ളൂ, ഞാൻ വീണ്ടും രണ്ടാമതാണ് ഈ സാധനം പറഞ്ഞത്. ആദ്യത്തെ പാർട്ടിൽ ഓൾറെഡി പറഞ്ഞാണ്, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി കൂടുന്നുള്ളത് നമുക്ക് ഷുവറാ. അത് പറയുന്ന ലോ ആണ് ജൂൾസ് ലോ. ജൂൾസ് ലോ പറയുന്ന വേറെ ഒന്നുമില്ല, ഇന്റേണൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇനി നാലാമത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാർഡോസ് ലോ ആണ്. അവഗാർഡോസ് ലോ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏത് ഗ്യാസ് എടുത്തോട്ടെ ആ ഗ്യാസിന്റെ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ സെയിം ആയിരിക്കാം. നമ്മൾ പറഞ്ഞ PVT എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ, PVT പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഏത് ഗ്യാസ് കൊണ്ട് എടുത്തോ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഏത് അഞ്ചെടുത്തോ, ഹൈഡ്രജൻ, അതിന്റെ PVT കോൺസ്റ്റന്റ് ആണ്. പ്രഷറും വോളിയം, ടെമ്പറേച്ചർ ഒക്കെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ്, അകത്ത് കുറെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞത് രണ്ട് ഗ്യാസിന് സെയിം ആയിരിക്കും. ഗ്യാസ് 1ഉം 2 എടുത്തു, ഈ ഗ്യാസ് 1ന്റെയും 2ന്റെയും പ്രഷറും വോളിയം, ടെമ്പറേച്ചർ ഒക്കെ സെയിം ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് അവഗാർഡോസ് ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണേ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PVC = MRT ആണ്. അതിന്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി അടുത്ത് നോക്കാം കേട്ടോ. ഏഴാമത്തെ കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PVC = MRT എന്ന് പറഞ്ഞ സാധനം. അപ്പൊ PVC = MRT ഡിറൈവ് ചെയ്യാൻ വെച്ചാണ്. അപ്പൊ കണ്ടിന്യൂഷൻ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് അടുത്ത ആ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നോട്ടിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഏറ്റവും അവസാനത്തെ പേജിലായിട്ടാണ് ഈ ഒരു ഡെറിവേഷൻ നമ്മൾ കൊടുത്തേക്കണേ. ഈ ഡെറിവേഷൻ നിങ്ങൾ നോക്കുക. നമ്മൾ ഓൾറെഡി ബോയിൽസ് ലോ പഠിച്ചു. ബോയിൽസ് ലോ പ്രകാരം വോളിയം, പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതൊക്കെ. രണ്ടാമത് ചാൾസ് ലോ പഠിച്ചു. അത് പ്രകാരം വോളിയം, ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ ആദ്യം പഠിച്ച രണ്ട് ലോസ് ആണ് ഇത്, ബോയിൽസ് ലോയും ചാൾസ് ലോയും. അല്ലേ? ഈ രണ്ട് ലോയും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം, റൈറ്റ് സൈഡിൽ V അല്ലേ, അപ്പൊ V ഇങ്ങ് താഴത്തോട്ട് എഴുതി. ഇനി അപ്പുറ സൈഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം P താഴെയാണ്, അപ്പൊ P താഴെ എഴുതി. ഇനി T എന്ന് പറഞ്ഞ സാധനം മേലെയാണ്, ടെമ്പറേച്ചർ മേലെയാണ്, അപ്പൊ T മേലെ എഴുതി. അപ്പൊ ഇതിന്റെ രണ്ടിനെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T / P എന്ന് വരും. അല്ലേ? അപ്പൊ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടി. ഇനി നമ്മൾ എപ്പോഴും ഈ നടുക്കെടുക്കുന്ന സാധനം, ഈ സെൻട്രിൽ കിടക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞത്,
ഈ സിമ്പിൾ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിളാണ്. ഈ പ്രൊപ്പോർഷണാലിറ്റിയിൽ നിന്നാണ് നമ്മൾ ഈക്വൽ ടൂയിലേക്ക് വന്നത്, ഈ താഴെ കിടക്കുന്ന ഈക്വൽ ടൂയിലേക്ക് തന്നെ. അപ്പോൾ അങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കണമെങ്കിൽ നമ്മളുണ്ടല്ലോ അവിടെ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ബാക്കിയുള്ള സാധനത്തിനെ. T/P അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോഴല്ലോ അവിടെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് ക്യാപിറ്റൽ R. ക്യാപിറ്റൽ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് ആണ്, ആ കോൺസ്റ്റന്റ് പേര് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ V=RT/P നിന്ന് നമുക്ക് ഈ Pനെ പുറത്തോട്ട് കൊണ്ട് കഴിഞ്ഞാൽ PV=RT എന്ന് കിട്ടും. ഇനി ഇവിടെ മാസ് എന്ന് പറഞ്ഞ സാധനം കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ RT നമ്മൾ M കൂടെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഇക്വേഷൻ കിട്ടും PV=MRT. ഇതാണ് ഡെറിവേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഇത് ഡെറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യണം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സെയിം ഡെറിവേഷൻ തന്നെ ചെയ്താൽ മതി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഏത് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ഡെറിവേഷൻ തന്നെ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബോയ്സ് ലോയും അതുപോലെ തന്നെ ചാൾസ് ലോയാണ്. ശേഷം അതിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിന് ശേഷം പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു നോക്കും. അന്നേരം അവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കും, അതിന് ഇക്വേഷൻ ആക്കി എടുക്കും. ആ ഇക്വേഷൻ്റെ അകത്ത് എമ്മും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കും. ഇതിന്റെ ഉത്തരം 2 ക്വസ്റ്റിന്റെ ഉത്തരം അല്ലെങ്കിൽ 3 ക്വസ്റ്റിന്റെ ഉത്തരം നമുക്ക് ഒരു ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ കിട്ടും. വലിയ ടോപ്പിക്കാണ്, പക്ഷെ ആ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ 3 ക്വസ്റ്റിന്റെ ഉത്തരം കിട്ടും. ഒന്ന് PVTS ഡയഗ്രാം ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സ്, പിന്നെ എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സുകളിലും വർക്ക് ഡൺ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ ഈ എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റിയും നോട്ട് എഴുതുക. നമ്മൾ തുടക്കം തൊട്ട് തെർമോഡൈനാമിക് പ്രോസസ്സിന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 4 തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് ഉള്ളത്. 1, 2, 3, 4. ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ ആൻഡ് അഡയബാറ്റിക്. ഇങ്ങനെ 4 പേരാണ് ഉള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ, ഈ 4 പേരിൽ സാധാരണ ഒരാളെങ്കിലും പേര് വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാറില്ല. ഒന്നര ഐസോബാറിക് അല്ലെങ്കിൽ ഐസോകോറിക്, 4 ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയും. അതുകൂടാതെ അതിൽ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് ഈ പറയുന്ന തെർമോഡൈനാമിക് പ്രോസസ്സിലൊക്കെ വർക്ക് ഡൺ എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട് ഓരോന്നിലും. ആ വർക്ക് ഡൺ എത്രയാണെന്നുള്ള അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിലും PV ആൻഡ് TS ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പഠിക്കണം. PV ഗ്രാഫ് ഉണ്ട്, TS ഗ്രാഫ് ഉണ്ട്. ഈ 2 ഗ്രാഫുകൾ വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ അതെല്ലാം ഈ 8ാമത്തെ 9ാമത്തെ ക്വസ്റ്റിനൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ പറയുന്ന സാധനത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, ഈ പ്രോസസ്സുകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വന്ന സാധനങ്ങളാണ്. നമുക്ക് ക്ലബ് ചെയ്ത് ഒരൊറ്റ ക്വസ്റ്റൻ ആക്കി 10ാമത്തെ ക്വസ്റ്റൻ എന്നുള്ള രീതിയിൽ ഇതെല്ലാം പഠിക്കാം. അപ്പോൾ 4 പ്രോസസ്സുകളെ പറ്റി നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രോസസ്സുകൾ: ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അഡയബാറ്റിക് എന്നുള്ളത് കണ്ടതാണ്. അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കടത്തി വിടുക. അതായത് ഡെൽറ്റ ക്യൂടെ വാല്യൂ 0 ആയിരിക്കും. ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ് എന്നർത്ഥം. ഡെൽറ്റ എന്തിന്റെ ഫ്രണ്ട് കൊടുത്താലും അതിന്റെ അർത്ഥം ചേഞ്ച് എന്നാണ്. അത് ഹീറ്റ് കടന്നു പോയി പിന്നെ ഹീറ്റിന്റെ അത് ചേഞ്ച് ഉണ്ടാവും. ഹീറ്റ് എപ്പോഴും ഒരുപോലെ തന്നെ നിലനിൽക്കും. തെർമൽ ഫ്ലാസ്കിന്റെ പുറത്തോട്ട് ഹീറ്റ് പോയില്ലെങ്കിൽ ആ തെർമൽ ഫ്ലാസ്കിന്റെ അകത്തുള്ള ഹീറ്റിന്റെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ 4 പ്രോസസ്സ് ഉള്ളത്. പിന്നെ ഐസോതെർമൽ, ഈ ഐസോയുടെ അർത്ഥം സെയിം എന്നാണ്. അപ്പോൾ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ സെയിം ടെമ്പറേച്ചർ, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇനി ഐസോ ബാർ എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഐസോ ബാർ എന്ന് പറഞ്ഞാൽ സെയിം പ്രഷർ. ഇനി ഐസോകോറിക്, അതൊന്ന് കാണപ്പെടെ ഓർത്തിരിക്കുക. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. ഫസ്റ്റ് നമുക്ക് ഐസോകോറിക് പ്രോസസ്സ് നോക്കാം. അപ്പോൾ ഈ ഷോർട്ട് നോട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞില്ലേ? അപ്പോൾ ഷോർട്ട് നോട്ട് വേണ്ടിയിൽ 1, 2, 3, 4, 5 ഈ 5 പേരെ പറ്റി ഒന്ന് എഴുതാനായിട്ട് പഠിച്ചു വയ്ക്കുക. മാക്സിമം പോയിന്റുകൾ എഴുതാനായിട്ട് പഠിച്ചു വയ്ക്കുക. 5 പേരെ പറ്റി കംപ്ലീറ്റ് എഴുതാൻ അറിഞ്ഞില്ലെങ്കിലും മാക്സിമം എഴുതാനായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഇനി രണ്ടാമത് അതിന്റെ PV ഡയഗ്രാം വരയ്ക്കണം. നമ്മൾ 2 ഡയഗ്രാം 8ാം ക്വസ്റ്റിനായിട്ട് 2 ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. PV ഡയഗ്രാം, TS ഡയഗ്രാം. TS ഡയഗ്രാം ഇവർക്കില്ല, PV ഡയഗ്രാം മാത്രം പഠിച്ചാൽ മതി. PV ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം ഗ്രാഫാണ്. ആ പ്രഷർ വോളിയം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ വോളിയം എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. വോളിയം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഗ്രാഫ് അല്ലേ വേണ്ടേ? ഇത് 1 to 2 എന്ന് പറഞ്ഞൊരു പ്രോസസ് ആണെങ്കിൽ 1ലെയും 2ലെയും വോളിയത്തിന്റെ വാല്യൂ എങ്ങനെ ആയിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണം വരേണ്ടത്. പക്ഷെ പ്രഷർ ചേഞ്ച് ആവാം. പ്രഷറിന് 2 വാല്യൂ ആവാം, പക്ഷെ വോളിയത്തിന് 1 വാല്യൂ ആണ് ആവാമുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ PV ഗ്രാഫ്. ഇനി PVT റിലേഷൻ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനം. PV = MRT. അതിൻ്റെ അകത്ത് ഈ മാസ് എന്ന് പറഞ്ഞ സാധനം, ഇപ്പോൾ ഒരു ഗ്യാസ് നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാസ് ഒരിക്കലും പിന്നെ ചേഞ്ച് ആവാനുള്ള. അപ്പോൾ മാസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ R എന്ന് പറഞ്ഞ ആൾ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അതിന്റെ പേര് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്നായിരുന്നു. അപ്പോൾ M, R കോൺസ്റ്റന്റ് ആണ്.
അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിച്ചേർത്ത് നമുക്ക് സി എന്ന് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ കോൺസ് എന്ന് കൺസിഡർ ചെയ്യാം. ബാലൻസ് ഉള്ള ടീനെ നേരെ ഞാൻ ഇപ്പുറ സൈഡിൽ ഇട്ടുണ്ട്. അപ്പോൾ ടിയുടെ മൾട്ടിപ്ലിക്കേഷൻ നടന്ന അപ്പുറ സൈഡിൽ പോയി ഡിവിഷനായി. അതായത് പി വി ബൈ ടി സി കിട്ടുന്ന എന്ത് ചെയ്താം, കോൺസ്റ്റന്റ് ഇതാം. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണിത്, പി വി ബൈ ടി സി ടു കോൺസ്റ്റൻസ്. ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പി വി ടി റിലേഷൻ. പി വി ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ പി വി ബൈ ടി സി കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഐസോകോറിക് പ്രോസസ്സിന്റെ അകത്ത് വോളിയമോടെ കോൺസ്റ്റന്റ് ആണ്. ഈ കൂട്ടത്തിൽ ഈ പറയുന്ന വോളിയമോടെ കോൺസ്റ്റന്റ് ആയി പോയി. അപ്പോൾ അയാളെ നമുക്ക് അപ്പുറ റൈറ്റ് സൈഡിലുള്ള ഒരു കാറ്റഗറി കൂട്ടാം. അപ്പോൾ അയാളും കൂടെ പോയി പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് എന്താ ഉള്ളത്, പി ബൈ ടി സി കോൺസ്റ്റന്റ്. ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ പി വി ടി റിലേഷൻ പി ബൈ ടി സി കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലായിട്ട് മാറും. ഇനി വർക്ക് ഡൺ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇക്വേഷൻ ഞാൻ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ ഞാൻ കാണിച്ചിരുന്നായിരുന്നു. ഡെൽറ്റ ഡബ്ല്യു ഇസ് ടു പി ഡെൽറ്റ വി ആണ്. പ്രഷറിന്റെ ചേഞ്ച് ഇൻ വോളിയം ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്, വോളിയത്തിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, വോളിയത്തിന് ചേഞ്ച് ഇല്ല. വോളിയത്തിന് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വിയുടെ വാല്യൂ എത്രയായിരിക്കും? ഡെൽറ്റ വിയുടെ അർത്ഥം തന്നെ ചേഞ്ച് ഇൻ വോളിയം എന്നാണ്. ഡെൽറ്റയുടെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നത് ചേഞ്ച് എന്നാ. ചേഞ്ച് ഇൻ വോളിയത്തിന്റെ വാല്യൂ എത്രയാ? വോളിയത്തിന് ചേഞ്ച് ഇല്ല, പിന്നെ ചേഞ്ച് ഇൻ വോളിയം എത്രയാ? 0. അതായത് ചേഞ്ച് ഇൻ വോളിയത്തിന്റെ വാല്യൂ 0 ആണ്. ഡെൽറ്റ ബി 0 പോയി കഴിഞ്ഞാൽ പിന്നെ പി ഇൻറ്റു 0 എത്രയായിരിക്കും? 0. അതായത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ വർക്ക് ഡണ്ണിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 9ാമത്തെ ക്വസ്റ്റിന്റെ ഒരു ഭാഗമായിരുന്നു. 9ാമത്തെ ക്വസ്റ്റിന്റെ ഈ പറയുന്ന പ്രോസസ്സുകളിലെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ വർക്ക് ഡണ്ണിന്റെ വാല്യൂ 0 ആണ്. അത് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇനി മൂന്നാമത്തത് ഹീറ്റ് സപ്ലൈഡ്. അതായത് ഹീറ്റ് സപ്ലൈഡ് എത്രയാണെന്നുള്ള കണ്ടുപിടിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഈ കേസ് നമ്മൾ പഠിച്ചേനെയാണ്. ഡെൽറ്റ ഡബ്ല്യൂ എന്നാണ്, ഡെൽറ്റ ഡബ്ല്യൂവിന്റെ സ്ഥാനത്ത് പി ഡെൽറ്റ വിന്റെ സബ് ചെയ്യാം. പക്ഷെ ഓൾറെഡി ഈ പറയുന്ന ടേം 0 നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ കേസിൽ നമ്മൾ കണ്ടു, ഈ ടേം 0 അതായത് ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ എന്തിനോട് ഈക്വല? ഡെൽറ്റ യുവിനോട് ഈക്വല. പക്ഷെ ഡെൽറ്റ യുവിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഇതിൽ നിന്നാണ് ഇക്വേഷൻ കിട്ടുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു സാധനമാണ് സി വി എന്ന് പറഞ്ഞ സാധനം. സി വി ഉണ്ട്, സി പി ഉണ്ട്. ഈ രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റാണ്. നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ ഈ സ്പെസിഫിക് ഹീറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി 4ാമത്തെ അല്ല, 3ാമത്തെ മൊഡ്യൂളിൽ സ്റ്റീമിന്റെ ഫോർമേഷനിൽ ഗ്രാഫ് വരച്ചപ്പോൾ സ്പെസിഫിക് ഹീറ്റും സെൻസിബിൾ ഹീറ്റും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ്. അടുപ്പത്ത് വെള്ളം വെച്ചേക്കാണ്, ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടണം, 1 ഡിഗ്രി കൂട്ടണം. അതിന് എത്ര ഹീറ്റ് വേണം? ആ ഹീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ്. അതൊരു വസ്തുവിന്റെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റാണ് സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് 2 ടൈപ്പ് ഉണ്ട്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും മറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്, കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്. രണ്ടിന്റെ ഇക്വേഷൻ ഇതുപോലെയാണ്. സി പിയുടെ ഇക്വേഷൻ 1/m dq/dt. ഈ ഡിയുടെ അർത്ഥം ഡെൽറ്റ എന്ന് തന്നെയാണ്, രണ്ടും ചേഞ്ച് തന്നെയാണ്. അപ്പോൾ രണ്ടും മാറ്റി എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതുന്നതിന് പകരം dq/dt എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതുപോലെ സി വിയുടെ ഇക്വേഷൻ 1/m dq അല്ല, dqന് പകരം വരുന്നത് du ഡിവൈഡ് ബൈ dt. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സി വിയുടെ കണ്ടീഷൻ എന്താ? അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഡെൽറ്റ വിന്റെ വാല്യൂ എത്രയാ? 0 ആണ്. ഡെൽറ്റ വിയുടെ വാല്യൂ 0. അപ്പോൾ അത് നമ്മൾ കണ്ടാണ് അവിടെ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയിട്ട് മാറും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയിട്ട് മാറും. അത് നമ്മളിവിടെ കണ്ടാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഡെൽറ്റ യു ആയിട്ട് മാറും. കാരണം മറ്റേ ടേം 0 ആയി പോയി. അപ്പം അതുകൊണ്ട് ഇവിടെ ഡെൽറ്റ ക്യൂവിന് പകരം കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഡെൽറ്റ ക്യൂവിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ യു എഴുതാം. ഇത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട, ജസ്റ്റ് കാര്യം മനസ്സിലാക്കിയിട്ട് രണ്ടിന്റെ ഇക്വേഷൻ നോക്കി വയ്ക്കുക. സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയത്തിന്റെ, സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിന്റെ രണ്ടുപേരുടെ ഇക്വേഷൻ നോക്കി വയ്ക്കുക. കമ്മിങ് ബാക്ക് ടു അവർ തേർഡ് പോയിന്റ്സ്, സി വിയുടെ ഇക്വേഷൻ 1/m കണ്ടോ, ഡി ക്യു വരെ ഞാനിവിടെ ഡെൽറ്റ ആക്കി. ഇന്റർചേഞ്ച് ചെയ്ത് ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തേക്കാണ് ഈ കാണുന്നത്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി. ഓക്കെ, കുഴപ്പമില്ലോ. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കുക ഇക്വേഷൻ എങ്ങനെ വന്നെന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ യുവിന്റെ വാല്യൂ സെയിം ആണ്. ഇനി ഇന്റേണൽ എനർജി ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്, അതേ ഇക്വേഷൻ തന്നെ എടുത്ത് എഴുതാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി. എൻതാൽപ്പിയുടെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ കാണാപ്പാടം പഠിക്കുക കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ ഈ 5 വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് നീങ്ങാം. അടുത്ത പ്രോസസ്സിലും ഇതുപോലെ തന്നെ 5 വരെ നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞാൽ ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷറാണ് കോൺസ്റ്റന്റ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഇതിന് ടി എസ് ഗ്രാഫ് ഇല്ല കേട്ടോ, ഒരു ഗ്രാഫ് ഉള്ളൂ. പി വി ഗ്രാഫ് എന്ന് പറഞ്ഞ ഗ്രാഫ് മാത്രമേ ഉള്ളൂ, പ്രഷർ വോളിയം ഗ്രാഫ്. ഇവിടെ പ്രഷറാണ് കോൺസ്റ്റന്റ്. അപ്പോൾ പ്രോസസ് 1 to 2 നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 1ലെയും 2ലെയും പ്രഷർ സെയിം ആയിരിക്കണം. അതൊരു ഒറ്റ പോയിന്റ് ആയിരിക്കണം. പ്രഷറിന്റെ വാല്യൂ കോൺസ്റ്റന്റ്. പക്ഷേ വോളിയം രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ പ്രഷർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം.
ഇനി പി വി ടി റിലേഷൻ നോക്കി കഴിഞ്ഞാൽ പി വി ബൈ ടി സിക്കൽ കോൺസ്റ്റന്റ് ആണ്. അവിടെ പ്രഷറും കൂടെ കോൺസ്റ്റന്റ് ആയി പോയി കഴിഞ്ഞാൽ അവിടെ കോൺസ്റ്റന്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് വി ബൈ ടി സിക്കൽ എന്താ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് പി നാട്ടോ. പി സിക്കൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ ദസ് വി ബൈ ടി സിക്കൽ എന്തായിട്ട് മാറും? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഇനി വർക്ക് ഡൺ ഇക്വേഷൻ ഡെൽറ്റ ഡബ്ല്യു സിക്കൽ പി ഡെൽറ്റ വി ആണ്. പക്ഷെ ഇവിടെ മറ്റേതിൽ നമുക്ക് ഡെൽറ്റ വിയുടെ വാല്യൂ 0 എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഡെൽറ്റ പി എന്ന് പറഞ്ഞ ടേം ഇല്ല. പി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ പി 0 ആയിരിക്കും. സത്യം പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. പക്ഷെ ഇവിടെ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞ ടേം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും 0 എടുക്കാനില്ല. അതുകൊണ്ട് ഡെൽറ്റ ഡബ്ല്യു സിക്കൽ എന്ത് തന്നെയാണ്? പി ഡെൽറ്റ വി തന്നെയാണ്. വേറെ ഒരു മാറ്റം വരുത്താനില്ല. ഇനി ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ സിക്കൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇത് നമുക്ക് 0 എന്ന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മൊത്തം ഇക്വേഷൻ തന്നെ അവിടെ എഴുതണം. ഒരു മാറ്റം നമുക്ക് അവിടെ വരുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ക്യൂവിന്റെ ഇക്വേഷൻ നമ്മുടെ മറ്റേ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യണേ. അതായത് സ്പെസിഫിക്കറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഈ എമ്മും ഡെൽറ്റ ടി അപ്പുറത്തോട്ട് പോകും. അപ്പൊ ഇക്വേഷൻ ഈ രീതിയിൽ മാറും. എം സി പി ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി എന്ന് ഇക്വേഷൻ മാറും. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഡെൽറ്റ ക്യൂവിന്റെ ഇക്വേഷൻ എം സി പി ഡെൽറ്റ ടി എന്ന് മാറും. ഇനി ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ എപ്പോഴും സെയിം തന്നെയാണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി തന്നെയാണ്. എൻതാൽപ്പിയുടെ ഇക്വേഷൻ സെയിം ആണ്. അത് കാണാപ്പാടം പഠിച്ച് എഴുതിയിരിക്കുക. ഇനി അടുത്ത പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്കറിയാം ടെമ്പറേച്ചറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ തൊട്ട് ബാക്കി രണ്ട് പ്രോസസ്സുകൾക്ക് പി വി ഗ്രാഫിനോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു ഗ്രാഫും കൂടെ വരും. അതായത് ടി എസ് ഗ്രാഫ്. അപ്പൊ ഇവിടെ പി വി ഗ്രാഫ് വരുന്നത് ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഗ്രാഫാണ്. പ്രോസസ് 1 to 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഗ്രാഫായിരിക്കും നമുക്ക് പി വി ഗ്രാഫായിട്ട് കിട്ടുക. ഇനി കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഗ്രാഫും ഇതുപോലെ തന്നെ ഒരു ചെരിഞ്ഞ ഗ്രാഫായിരിക്കും. അതെ 1 to 2 എന്ന് പറഞ്ഞ ഗ്രാഫ് നോക്കി ഇതുപോലെ തന്നെ ചെരിഞ്ഞൊരു ഗ്രാഫാണ് അല്ലെ. അപ്പൊ പി വി ഗ്രാഫ് രണ്ടുപേർക്കും ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇവരെല്ലാവരും ഒരുമിച്ച് വരച്ചിട്ടുണ്ട് എല്ലാവരുടെയും. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും അഡിയബാറ്റിക്കിന്റെ ഗ്രാഫിന് ചെരിവ് കുറവാണ്, ഐസോതെർമലിന്റെ ഗ്രാഫിന് ചെരിവ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഐസോതെർമൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഗ്രാഫിന് കുറച്ച് ചെരിവ് കൂടുതലാണ്. അടുത്ത പഠിക്കുന്ന ആൾക്ക് ചെരിവ് കുറച്ച് കുറവായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെരിവ് കുറച്ച് കുറവായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ട് ഗ്രാഫ് ഒരുപോലെ ഇരിക്കുന്നത്. ഇപ്പൊ പി വി ഗ്രാഫ് ഒരുപോലെ വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി ടി എസ് ഗ്രാഫിലോട്ട് വെക്കുക. ടി എസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടില്ലായിരുന്നു ആ ഗ്രാഫ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഗ്രാഫിന്റെ പേര് ഞാൻ അത് പറയാം. ടെമ്പറേച്ചറും എൻട്രോപ്പിയാണ് ഇവിടെ വരുന്നത്. ടെമ്പറേച്ചറും എൻട്രോപ്പി. അപ്പൊ ഐസോതെർമൽ നമുക്ക് അറിയാം ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരിക? ഇങ്ങനെ നീളത്തിനായിരിക്കും വരിക. കാരണം 1, 2 രണ്ട് പ്രോസസ്സിലും ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് സെയിം ആയിരിക്കണം. ടെമ്പറേച്ചറിന്റെ വാല്യൂ മാറ്റം ഉണ്ടാവരുത്. പക്ഷെ താഴെയുള്ള ആൾ എൻട്രോപ്പി എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചാണ്. എൻട്രോപ്പിയുടെ വാല്യൂ മാറ്റം വരാം. ഇവിടെ S1 ആയിരിക്കും, ഇവിടെ S2 ആയിരിക്കും. പക്ഷെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഇനി അടുത്ത പി വി ടി റിലേഷൻ. പി വി ബൈ ടി സിക്കൽ കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചറും കൂടെ കോൺസ്റ്റന്റ് ആയി പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്തായിരിക്കും? പി വി സിക്കൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ പി വി ടി റിലേഷൻ. ഇനി വർക്ക് ഡൺ ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചിരിക്കണം. ഇവിടെ പി ഡെൽറ്റ വി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യത്തെ രണ്ട് കേസിലും ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറഞ്ഞ ഈ കേസാണ് യൂസ് ചെയ്തത് ആദ്യത്തെ രണ്ടുപേരുടെ കേസിലും, ഐസോകാറിക്കിലും ഐസോബാറിക്കിലും. പക്ഷെ ഐസോതെർമലും അഡയബാറ്റിക് വേറെ സെക്ഷനാണ്. അവരുടെ കേസിൽ ഈ പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സെപ്പറേറ്റ് വേറെ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ മാക്സിമം പറ്റുന്ന പോലെ ഒന്ന് കാണാപ്പാടം പഠിക്കുക. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2.3 P1 V1 log V2 ഡിവൈഡ് ബൈ V1. നമുക്ക് ഇത് ഇവിടെ എഴുതാനും വർക്ക് ഡൺ ആയിട്ട് എഴുതാനും അതുപോലെ ഓരോ ഐസോതെർമലിനെ പറ്റി നോട്ട് എഴുതാൻ പറഞ്ഞാൽ ഈ പോയിന്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ പ്രോബ്ലത്തിൽ നമുക്ക് ഈ സ്ഥാനം ആവശ്യം വരും. അപ്പൊ ഇക്വേഷൻ തറവായിട്ട് വീണ്ടും എഴുതി പഠിക്കാം. ഇനി ഹീറ്റ് സപ്ലൈയുടെ ഇക്വേഷൻ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ലോയിൽ നിന്നാണ് പറയാറ്. ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണല്ലോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് പറഞ്ഞാൽ ടെമ്പറേച്ചറിൽ വ്യത്യാസമില്ല. ടെമ്പറേച്ചറിൽ വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചേക്കണെയാണ് യുവും ടെമ്പറേച്ചറും രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ജൂൾസ് ലോയിൽ നമ്മൾ പഠിച്ചേക്കണെയാണ്. ടെമ്പറേച്ചർ കൂടിയാൽ ഇന്റേണൽ എനർജി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇന്റേണൽ എനർജിയും കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജിയും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഡെൽറ്റ ടിയുടെ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ യുവിന്റെ വാല്യൂ 0 ആണ്. ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചറിൽ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഇല്ല എന്നാണ്. അതായത് ഡെൽറ്റ യുവിന്റെ വാല്യൂ 0. അത് എപ്പോഴും ഓർത്തിരിക്കുക. ടെമ്പറേച്ചറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചറിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഇന്റേണൽ എനർജിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഡെൽറ്റ യുവിന്റെ വാല്യൂ 0 ആയിരിക്കും. ബാലൻസ് ഉള്ള ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി എന്നാണ്. പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ഡെൽറ്റ ഡബ്ല്യു ആണ്. അപ്പൊ ഈ കേസിൽ ഹീറ്റിന്റെ ഇക്വേഷനും അതുപോലെ തന്നെ വർക്കിന്റെ ഇക്വേഷനും സെയിം ആണ്. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്താ? ഡെൽറ്റ ഡബ്ല്യു തന്നെയാണ്. ഇനി ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി എന്നായിരുന്നു. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ
ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 എന്ന് എഴുതുക, പരിപാടി വരുന്നു. എന്താൽപ്പിക്ക് എല്ലാത്തിലും സെയിം ഇക്വേഷൻ ആണ്, അത് കാണാപ്പടം പഠിച്ച എല്ലാത്തിന്റെ അവസാനം എഴുതിക്കോളാം. ഇനി ലാസ്റ്റത്തെ പ്രോസസ്സാണ് അഡയാബാറ്റിക് പ്രോസസ്സ്. അഡയാബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, സിസ്റ്റം സറൗണ്ടിങ് നമുക്ക് ഹീറ്റ് കൈമാറൂല. അതായത് ഹീറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല, അതായത് ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ 0. പി വി ഗ്രാഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഐസോതെർമലിന്റെ ഗ്രാഫ് പോലെ തന്നെ കുറച്ച് ചെരിവ് കുറവാന്നുള്ളൂ. ടി എസ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കണ്ടോ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിരിക്കേണ്ട കാര്യം, അഡയാബാറ്റിക് പ്രോസസ്സിന്റെ വേറൊരു പേരുണ്ട്. ആ പേരെന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് പ്രോസസ് എന്നാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഈ സാധനം പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിന്റെ വീഡിയോ നമ്മൾ കണ്ടേക്കണെയാണ്, ഞങ്ങൾ അതിൻ്റെ അകത്ത് ഈ സാധനം കണ്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. തുടക്കത്തിൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഈ സാധനം ഞാൻ പറയുന്നുണ്ട്. ഐസെൻട്രോപിക് പ്രോസസ് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്, അഡയാബാറ്റിക് പ്രോസസ്സിന്റെ പേര്. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഓൾറെഡി അറിയാം, ഐസോ എന്തിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാലും അതിന്റെ അർത്ഥം സെയിം എന്നാണ്. അപ്പൊ ഐസോ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ സെയിം എൻട്രോപ്പി, അതായത് എൻട്രോപ്പിയിൽ മാറ്റം ഉണ്ടാവില്ല. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയിൽ മാറ്റം ഉണ്ടാവില്ല. അതായത് അഡയാബാറ്റിക് പ്രോസസ്സുകളൊക്കെ എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ്സും കൂടിയാണ്. രണ്ടിലും എൻട്രോപ്പി എന്ന് പറഞ്ഞ സാധനം മാറൂല. അപ്പൊ ഇവിടെ എൻട്രോപ്പിക്ക് ഒന്നിലും രണ്ടിലും സെയിം വാല്യൂസ് ആയിരിക്കണം. 1 and 2 രണ്ട് സ്റ്റേജിലും സെയിം വാല്യൂ ആയിരിക്കണം. എൻട്രോപ്പിയുടെ വാല്യൂ മാറരുത്, പക്ഷെ ടെമ്പറേച്ചറിന്റെ വാല്യൂവിന് മാറ്റം വരാം, പക്ഷെ എൻട്രോപ്പി സെയിം ആയിരിക്കണം. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും, സ്ട്രെയിറ്റ് ലൈൻ വരും. ഇനി പി വി ടി റിലേഷൻ നമ്മൾ വേറെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്നുമല്ല എഴുതണേ, കാണാപ്പടം പഠിക്കുക. ഐസോതെർമലിന്റെ കേസിൽ പി വി സിവിൽ കോൺസ്റ്റന്റ് ആയിരുന്നു. അഡയാബാറ്റിക്കിന്റെ കേസിൽ അതിന്റെ ഒപ്പം ഒരാളെയും കൂടെ എക്സ്ട്രാ ചേർക്കുക. എക്സ്ട്രാ ചേർക്കുന്ന ആൾ ഗാമയാണ്, അതായത് പി വി റേസ് ടു ഗാമ ഈസ് ഇക്വൽ ടു കോൺസ്റ്റന്റ് കൊടുക്കുക. അതിനകത്ത് ഗാമ എന്ന് പറഞ്ഞ സാധനം സി പിയുടെയും സി വിയുടെയും റേഷ്യോസാ. സ്പെസിഫിക്കറ്റ് രണ്ടെണ്ണം ഉണ്ടല്ലോ, സ്പെസിഫിക്കറ്റ് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം. ഇവർ രണ്ടുപേരുടെയും റേഷ്യോ ആണ് ഗാമ എന്ന് പറഞ്ഞ സാധനം. അടുത്തത് അതുപോലെ തന്നെ വർക്ക് ഡൺ ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാടം പഠിക്കണം. വർക്ക് ഡൺ ഇക്വേഷൻ അഡയാബാറ്റിക്കിൽ ഡെൽറ്റ ഡബ്ല്യു സി പി വൺ വി വൺ മൈനസ് പി ടു വി ടു ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആണ്. അത് കാണാപ്പാടം പഠിക്കുക. ഇനി ഹീറ്റ് സപ്ലൈഡ്, ഇവിടെ ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞു. ഇവിടെ ഹീറ്റ് ഒന്നും സപ്ലൈ ആവാനില്ല. അഡയാബാറ്റിക് ആണ് ഈ ഹീറ്റ് സിസ്റ്റം സറൗണ്ടിങ് അവര് കൈമാറൂല. അപ്പൊ ഹീറ്റ് സപ്ലൈ ആവില്ല, അതുകൊണ്ട് തന്നെ ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇന്റേണൽ എനർജിക്ക് സെയിം ഇക്വേഷൻ, അതുപോലെ തന്നെ എൻതാൽപ്പിക്ക് സെയിം ഇക്വേഷൻ, ഒരു മാറ്റമില്ല. അപ്പൊ ഇത്രയും രീതിയിൽ ഈ 4 പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ 4 പ്രോസസ്സുകൾ ഉണ്ട്: ഐസോകോറിക്, ഐസോബാറിക്, ഐസോതെർമൽ, അഡയാബാറ്റിക്. ഈ 4 പ്രോസസ്സുകളെ പറ്റി ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഈ താഴെ പഠിച്ച സാധനങ്ങളാണ് എഴുതി വെക്കേണ്ടത്. അറിയാവുന്ന ഗ്രാഫുകൾ വരച്ചേക്കുക. ഈ 5 സാധനങ്ങളെ പറ്റി, പി വി ടി റിലേഷൻ, വർക്ക് ഡൺ, ഹീറ്റ് സപ്ലൈഡ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഇവരെ പറ്റിയൊക്കെ എഴുതി വെക്കുക. മാക്സിമം പോയിന്റ്സ് എഴുതാം. ഇപ്പൊ 3 പോയിന്റ് അറിയാമെങ്കിൽ മാക്സിമം 3 പോയിന്റ് ആണെങ്കിൽ എഴുതി വെക്കുക. അപ്പൊ ഇങ്ങനെ 4 പ്രോസസ്സുകളെ പറ്റി പഠിക്കുക. ഇനി അതല്ലാതെ തന്നെ ഇതിന്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ കണ്ട ക്വസ്റ്റ്യൻ ആണ് 8ാമത്തെ 9ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രാഫുകൾ മാത്രം വരയ്ക്കാൻ ചോദിക്കാം ഓരോ പ്രോസസ്സുകളുടെ. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സുകളുടെ വർക്ക് ഡൺ മാത്രമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാത്രമായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 1-ലെ ഏറ്റവും അവസാനത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മയേഴ്സ് റിലേഷൻ ആണ്. മയേഴ്സ് റിലേഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന പി വി ഡയഗ്രം ഉണ്ടല്ലോ, ഈ ടി എസ് ഡയഗ്രം എന്ന് പറയുന്നത് 2 പ്രോസസ്സിന് മാത്രമേ ഉണ്ടായുള്ളൂ. ടി എസ് ഡയഗ്രം ഈ പറയുന്ന ഗ്രാഫ് ഐസോതെർമലിനും അഡയാബാറ്റിക്കിനും മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ പി വി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായി. അപ്പൊ എല്ലാവരുടെയും പി വി ഡയഗ്രം ഒരുമിച്ച് വരച്ചേക്കണാണ് ഈ കാണുന്നത്. നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഐസോബാറിക്കിന്റെ പ്രഷർ സെയിം ആണ്, പ്രഷർ സെയിം. ഐസോകോറിക്ക് വോളിയം സെയിം ആണ്, വോളിയം സെയിം. ഇനി അഡയാബാറ്റിക്കിന്റെയും ഐസോതെർമലിന്റെയും ഗ്രാഫ് വളഞ്ഞാണ് ഇരിക്കുള്ളൂ, നമ്മൾ കണ്ടാണ്. അതിൻ്റെ അകത്ത് വളവ് കുറഞ്ഞത് അഡയാബാറ്റിക്കിനും വളവ് കൂടിയത് ഐസോതെർമലിനും. ഈ രീതിയിൽ നിങ്ങൾ ഗ്രാഫ് എല്ലാത്തിൻ്റെ ഒരുമിച്ച്, പി വി ഗ്രാഫ് എല്ലാത്തിൻ്റെ ഒരുമിച്ച് ഇതുപോലെ പഠിച്ചു വെക്കാം. കമ്മിങ് ബാക്ക് ടു മയേഴ്സ് റിലേഷൻ. മയേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി ബി ആ. സി പി സി ബി ഓൾറെഡി നമ്മൾ തൊട്ടു മുന്നേ കണ്ടായിരുന്നു. സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എന്ന് പറഞ്ഞാലും സി ബി എന്ന് പറഞ്ഞാലും സ്പെസിഫിക് ഹീറ്റ് ആണ്. ആ സ്പെസിഫിക് ഹീറ്റിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചേക്കാനാണ് സി പി സി ബി. സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയവും. അപ്പം ഒന്ന് എക്സാമിന് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി ബി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ മയേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ 2 രീതിയിൽ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഡെറിവേഷൻ ആണ്. കുറച്ച് പാടാണെങ്കിൽ കൂടി നല്ല രീതിയിൽ അത് മനസ്സിലാക്കി പഠിച്ചു പോവാം. അപ്പോൾ അതിനകത്തോട്ട് പോകുന്നതിന് മുന്നേ സ്പെസിഫിക്കിന്റെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നേരത്തെ നമ്മൾ കണ്ടാണ് ഇക്വേഷൻ. സി പിയുടെ ആവട്ടെ സി ബിയുടെ ആവട്ടെ 2 ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ സെയിമാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ സി ബിയുടെ ഇക്വേഷൻ പഠിച്ചപ്പോൾ ഡെൽറ്റ ക്യൂവിന്റെ സ്ഥാനത്ത് ഡെൽറ്റ യു ആണ് സാധാരണ നേരത്തെ നോട്ടിൽ കൊടുത്തിരുന്നത്. അത് ഡെൽറ്റ ക്യൂവിന്റെ സ്ഥാനത്ത് ഡെൽറ്റ യു ആവണമെന്നാണ്, മാറി വന്നതാണ്.
അപ്പം അതല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് രണ്ടുപേരുടെ ഇക്വേഷൻ സെയിം ആണ്. സി പി ആയിക്കോട്ടെ സി വി ആയിക്കോട്ടെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/m×Δ Q/Δ T ആണ്. അതിനകത്ത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ യൂണിറ്റ് മാസം എടുക്കണേ. അതായത് ഇവിടെ എടുക്കുന്ന വസ്തുവിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമാണ്. അതായത് എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 എന്ന് കൊടുക്കാം. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം 1 ആയി പോകും. അത് നമുക്ക് ΔQ/Δ T എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ജനറൽ ഇക്വേഷനായിട്ട് ഞാൻ ഇവിടെ താഴെ എഴുതുവാണ്. സി പി ആയിക്കോട്ടെ സി വി ആയിക്കോട്ടെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ΔQ/Δ T ആണ്. അതാണ് ആദ്യം മനസ്സിലാക്കിക്കേണ്ട കാര്യം. അതിൽ നിന്നാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഇക്വേഷൻ അറിയാം, ΔQ = ΔU + P Δv ആണ്. ഇതാണ് ഇക്വേഷൻ. ഇനി സി പി സി ബി എന്ന് പറഞ്ഞാൽ നമ്മൾ തരംതിരിച്ച് പറഞ്ഞത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, സി പി ആവുന്നത് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് വരുമ്പോഴും സി വി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം വരുമ്പോഴാണ്. അപ്പോൾ സി വി നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കണം, കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, Δv വാല്യൂ 0 ആണ്. Δv വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം 0 ആയി പോകും, ഈ ടേം ഇല്ലാണ്ടാവും. ബാലൻസ് വരുന്നത് എന്താ, Δq = Δu. ആ സാധനം നമ്മൾ ഇവിടെ എടുത്തെഴുതി. Δq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Δu ആണ്. അപ്പോൾ Δq = Δu ആണെങ്കിൽ ഇവിടെ Δqന്റെ സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് കൊടുക്കാം, Δu എന്ന് കൊടുക്കാം. അതായത് സി വിയുടെ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എഴുതാം, Δu/Δt എന്ന് എഴുതാം. അത് ഇക്വേഷൻ 1. കോൺസ്റ്റന്റ് വോളിയം സി വി നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത പണി എന്ന് പറഞ്ഞാൽ സി പി കണ്ടുപിടിക്കുക എന്നുള്ള. അപ്പോൾ സി പി കണ്ടുപിടിക്കുന്ന കണ്ടീഷൻ നമ്മൾ മാറ്റണം. കണ്ടീഷൻ നമ്മൾ മാറ്റി എന്താക്കണം, കോൺസ്റ്റന്റ് പ്രഷർ ആക്കണം. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ Δp വാല്യൂ 0. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷനിൽ Δp ഉണ്ടോ എന്ന് നോക്കണം. പക്ഷേ Δp ഇല്ല, Δv മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നും നമുക്ക് 0 എടുക്കാനില്ല. അപ്പോൾ 0 എടുക്കാനില്ലെങ്കിൽ ഇക്വേഷനിൽ ഒരു മാറ്റം വരില്ല. Δq = എന്ത് തന്നെയായിരിക്കും, Δu + P Δv തന്നെയായിരിക്കും. ഇക്വേഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു മാറ്റമില്ലാത്ത ഇക്വേഷൻ നമ്മൾ താഴത്തോട്ട് ഇറക്കി എഴുതി. ഇക്വേഷനിൽ ഒരു മാറ്റമില്ല. ഇനി ഈ പറയുന്ന ഇക്വേഷനിൽ നമ്മൾ ഓരോരുത്തരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷന് പകരം നമ്മൾ ഈ പറയുന്ന എല്ലാ ടേമിനെയും, ഇവിടെ ഇപ്പോൾ 3 ടേം ഉണ്ടല്ലോ, 1 2 3, ഈ 3 ടേമിനെയും, അതായത് ത്രൂ ഔട്ട് എല്ലാ ഇക്വേഷനും നമ്മൾ Δt വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക എല്ലാ ടേമിനെയും. അപ്പോൾ എല്ലാത്തിനും Δt വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സി പി ക്ക് പകരം Δq എന്ന് സങ്കല്പിക്കുക കേട്ടോ. അവിടെ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് എഴുതണം, അതിൽ കൺഫ്യൂഷൻ വരും. ഇവിടെ Δq എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എല്ലാ ടൈമിനും Δt വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തെന്ന് വരും, ഫസ്റ്റ് Δq / Δt എന്ന് വരും. അത് കഴിഞ്ഞിട്ട് Δu / Δt എന്ന് വരും. അത് കഴിഞ്ഞിട്ട് P Δv / Δt എന്ന് വരും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, Δu / Δt എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ 1 കണ്ടുപിടിച്ച ചെയ്യണേ, അത് സി വി ആണ്. ഇനി Δq / Δt എന്ന് പറഞ്ഞാൽ അതാരാ, അത് സി പി ആണ്. സി പിയുടെ ഇക്വേഷൻ ആണത്. അപ്പോൾ അവിടെ നമുക്ക് സി പിനെ സബ് ചെയ്യാം, ഇവിടെ സി വിനെ സബ് ചെയ്യാം. ഇനി ബാലൻസ് ഉള്ളത് PV / T. ഡെൽറ്റ ഒക്കെ പോട്ടെ, ഡെൽറ്റ കൺസിഡർ ചെയ്യേണ്ട. PV/T നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ചാണ്. PV = RT ആയിരുന്നു. എമ്മിൻ്റെ വാല്യൂ 1 ആയി പോയി, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതായത് PV/T = നമുക്ക് എന്തെന്ന് എഴുതാം, R എന്ന് എഴുതാം അല്ലേ. അതായത് ഇവിടെയും PV/T തന്നെയല്ലേ കിടക്കണേ. അപ്പോൾ PV/Tയുടെ സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് കൊടുക്കാം, നമുക്ക് R എന്ന് കൊടുക്കാം. അതായത് അവസാനം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ CP = CV + R എന്നാണ്. അതായത് സി വിനെ നമ്മൾ ഇപ്പുറത്തോട്ട് സിയുടെ 2 ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് CP - CV = R എന്ന് കിട്ടും. ഈ ഇക്വേഷനാണ് നമ്മൾ മയേഴ്സ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് മയേഴ്സ് റിലേഷൻ്റെ ഡെറിവേഷൻ. പാടാണെങ്കിലും പലതവണ എഴുതി അത് തറവായിട്ട് പഠിക്കുക, കാരണം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അത് മയേഴ്സ് റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ CP ആൻഡ് CV ഡിറൈവ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് മയേഴ്സ് റിലേഷൻ എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ CP - CV = R എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ ഡെറിവേഷൻ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എമ്മിൻ്റെ വാല്യൂ 1 കിലോഗ്രാം ആയി കഴിഞ്ഞാൽ CP ആയിക്കോട്ടെ CV ആയിക്കോട്ടെ, രണ്ടിൻ്റെ ഇക്വേഷൻ ഒന്ന് തന്നെയാണ്, Δq / Δt എന്നായിരിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം Δq = Δu + P Δv ആണ്. ഇനി CP CV കിട്ടാനായിട്ട് നമ്മൾ 2 കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ആദ്യം അറ്റ് കോൺസ്റ്റന്റ് വോളിയം, പിന്നീട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ P Δvയുടെ വാല്യൂ 0 ആയി പോകും. കാരണം എന്താ, കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം Δvയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി പോകും, മൊത്തം ക്യാൻസൽ ആയി പോകും. അത് Δq = എന്താവും, Δu. അതിൻ്റെ അർത്ഥം Δqന്റെ സ്ഥാനത്ത് നമുക്ക് Δu എന്ന് എഴുതാം. അതായത് ഇവിടെ ഈ മേലുള്ള Δqന്റെ സ്ഥാനത്ത് നമുക്ക് Δu എന്ന് എഴുതി കഴിഞ്ഞാൽ CBയുടെ ഇക്വേഷൻ എന്താവും, Δu / Δt എന്നാവും. അത് ഇക്വേഷൻ 1. അടുത്ത CP കണ്ടുപിടിക്കാൻ വേണ്ടി കോൺസ്റ്റന്റ് പ്രഷർ എടുക്കും. അന്നേരം Δpയുടെ വാല്യൂ ആണ് 0. പക്ഷേ ഈ പറയുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷനിൽ എവിടെയും Δp എന്ന് പറഞ്ഞ സാധനമില്ല. അതുകൊണ്ട് തന്നെ ഇക്വേഷനിൽ ഒരു മാറ്റം നമുക്ക് വരുത്താൻ പറ്റില്ല. ഇക്വേഷൻ അതുപോലെ നമുക്ക് എടുത്ത് എഴുതേണ്ടി വരും.
ഇനി ആ ഇക്വേഷൻ നിങ്ങൾ എല്ലാ ടേംസിനും ഡെൽറ്റ ടി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, പി ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അത് സി പി ആണ്. ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മൾ ഇക്വേഷൻ 1 കണ്ടുപിടിച്ചതാണ്, അത് സി വി ആണ്. ഇനി പി വി ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പി വി സിക്വൽ ടു ആർ ടി ആണ്, പി വി ബൈ ടി സിക്വൽ ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും പി വി ബൈ ടി ഫോമിലാണ് കിടക്കണേ. അവിടെ നമുക്ക് അതിന്റെ സ്ഥാനത്ത് ആർ എന്ന് ചേർക്കാം. അത് സി പി സിക്വൽ ടു സി വി പ്ലസ് ആർ. ഒന്നുകൂടെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് സിയുടെ ടേംസിനെ ഒരു സൈഡ് എഴുതി കഴിഞ്ഞാൽ സി പി മൈനസ് സി ബി സിക്വൽ ടു ആർ എന്ന് എഴുതാം. ഇതാണ് മയേഴ്സ് റിലേഷൻ.